KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. സൈബർ പോരാളികൾ എന്ന ഗ്രൂപ്പ് പാർട്ടിയിലില്ല. പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ സൈന്യം. KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ താൻ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ, പിന്നെ എന്താ എന്റെ കാര്യം മാത്രം പറഞ്ഞത്? സൈബർ ഗ്രൂപ്പൊന്നും പാർട്ടിക്കില്ല, അത് പാർട്ടി വിരുദ്ധമാണ്. പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ സൈന്യം. CPM സൈബർ ഗ്രൂപ്പുകൾ എന്നവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് G. സുധാകരൻ പ്രതികരിച്ചു. താൻ പിണറായി വിജയനെ എതിരല്ലെന്നും തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിക്കും വരെ താൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. താൻ പിണറായി വിരുദ്ധൻ ആകേണ്ട കാര്യം എന്താണ്? അങ്ങനെ ശ്രമിക്കുന്നവർക്ക് 4 മുത്തം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. മരിക്കും വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. തന്റെ അടുത്ത് പരീക്ഷണങ്ങളൊന്നും ആവശ്യമില്ല. അതിന്റെ കാലം കഴിഞ്ഞു. താൻ ഇനി മുഖ്യമന്ത്രിയാകാനും മന്ത്രിയാകാനുമൊന്നുമില്ല. പാർട്ടി മെമ്പറായി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കും. അഭിപ്രായം പറയുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല. അത് ആൻറ്റി പാർട്ടിയാണത്. കംപ്ലീറ്റ്ലി ആൻറ്റി പാർട്ടി, ആൻറ്റി മാർക്സിസ്റ്റ്. എന്നെ മാത്രമല്ല ഒരുപാട് പേരെ പണ്ട് ശൈലജ ചെയ്ത് പറഞ്ഞല്ലേ. അത് പോട്ടെ, ഞാനത് കണ്ടിട്ടേ ഇല്ല. കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനമില്ല. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നാണ് അതിന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരായി ഇത് മുഴുവൻ. ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്തതാണെന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, ഇവിടെ യാതൊരു പ്രശ്നമില്ല. അതിനൊക്കെ നല്ല മറുപടി ആൾ കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാത്തവരാണ് മറുപടി കൊടുക്കുന്നത്. പൊതുയോഗം വെച്ച് ധൈര്യം ഉണ്ടേ പറ, പിന്നെ പറയാമല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയാൻ പറ. ഇതൊക്കെ ആർക്കാ പറയാം? നിങ്ങളുടെ നാല് ഗീത പറയാൻ ഒരാളെ ഏജന്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ഗീത പറയാം. അതുകൊണ്ട് എന്ത് മനോസുഖമാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ.